മനുഷ്യന്റെ ആയുസ് എന്നൊക്കെ പറയുന്നത് 70, ഏറെയായാൽ 80. പത്രോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ 1000 സംവത്സരം പോലെ. അപ്പൊ നമ്മുടെ ഈ 80 വർഷം എന്നൊക്കെ പറയുന്നത് കർത്താവിന് എത്ര മണിക്കൂർ കാണും? ഒരു 2 മണിക്കൂർ താഴെയുള്ള ഒരു സമയമാണ്. 1 മണിക്കൂറും ഒരു 55 മിനിറ്റും ഒക്കെ ഉള്ളു. ആ സമയമൊക്കെ ഉള്ളു നമ്മുടെ ഈ 80 വർഷം എന്നൊക്കെ പറയും. അപ്പൊ 80 വർഷം കൊണ്ടൊക്കെ നമ്മൾ എഴുതുക കർത്താവിന്റെ സന്നിധിയിൽ ഒരു 2 മണിക്കൂർ പരീക്ഷയാണ്. എന്നിട്ടും സമയം കിട്ടാതെ പരീക്ഷാ ഹാളിൽ നിന്ന് സമയം കഴിഞ്ഞിട്ട് എഴുതുന്ന മക്കളെ പോലൊക്കെ നമ്മളിങ്ങനെ എഴുതുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മളൊന്ന് വഴിമാറി ചിന്തിക്കേണ്ടത്. 33കാരൻ ആ പരീക്ഷ ഇങ്ങനെ നേരത്തെ തീർത്തു. ഇറങ്ങിപ്പോകാൻ നേരത്ത് ആരൊക്കെയോ ചോദിക്കുന്നു, പരീക്ഷ കഴിഞ്ഞോന്ന്. 33കാരൻ പറയുക, ടെറ്റലിസ്റ്റായി, നിവൃത്തിയായി. ആയുസ് എത്രയാണെന്നോ അറിയാത്തത് കൊണ്ട് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ നാടോട് അടുക്കുന്നതുകൊണ്ട് എക്സാം പൂർത്തീകരിക്കാം. പരീക്ഷ എഴുതി പാസ്സായല്ലേ അടുത്ത പ്രൊമോഷൻ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് 33കാരൻ നേരത്തെ പൂർത്തീകരിച്ചു, പറഞ്ഞു ടെറ്റലിസ്റ്റായി. പോകുമ്പോൾ പറയാൻ കഴിയാം, എൻ്റെ വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഓരോ ദിവസവും നമ്മൾ ആ നാടിനോട് അടുക്കുക. അതുകൊണ്ട് നമ്മുടെ നിത്യത ഉറപ്പാക്കാൻ ഈ ആയുസിൽ കഴിഞ്ഞില്ലെങ്കിൽ അതെത്ര ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൽ ഇന്നാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, സമയം കളയരുതേ, സമയം നഷ്ടമാക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.